ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം ദൈവമാണ് എന്നെ ഇവിടെ സാക്ഷിയായിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ കഴിഞ്ഞ വർഷങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയുവാൻ എനിക്ക് അവസരം കൊടുക്കുന്ന എൻ്റെ സ്പിരിച്വൽ പേരൻസ് അജിത്ത സുമാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. ആദ്യം ഞാൻ ഈ പള്ളിയിൽ വന്നത് +1 +2 പഠിക്കാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയായിരുന്നു വന്നത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് ഡിനോമിനേഷൻസ് ഇല്ല പള്ളിയിലായാലും. പക്ഷെ നാട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ട്രഡീഷണലായിട്ട് നിൽക്കുന്ന ഒരു ചേർച്ച് മീറ്റിംഗ് അല്ലാതെ ഒരു ഫ്രീഡം ഓഫ് വേർഷിപ്പ് ഉള്ള ഒരു സഭയിൽ പോകണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. 2012 പള്ളിയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ എനിക്കറിയാം ദൈവത്തിൻ്റെ പ്രസൻസ് ഈ ചർച്ചിൽ സൺഡേ സർവീസ് കഴിഞ്ഞിട്ടും നീണ്ടു പോകുന്ന ആരാധന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഏഞ്ചൽ ചേച്ചിയായിരുന്നു അന്ന് വേർഷിപ്പിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന. ചേച്ചിയുടെ ഓരോ സോങ്സും ആ ഒരു അറ്റ്മോസ്ഫിയർ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി പഠിപ്പിക്കുന്ന ഒരു സഭ, പരിശുദ്ധാത്മാവിനെ വാല്യൂ ചെയ്യുന്ന ഒരു ചർച്ച്. എനിക്കറിയാം അത് ഇവിടെ ദൈവം ഉണ്ട് എന്ന് എനിക്കന്ന് അറിയാമായിരുന്നു. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഏറ്റവും ഫസ്റ്റ് ഞാൻ കേട്ടത് എൻ്റെ ചേച്ചി വഴിയായിരുന്നു. ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. വെൻ യു പ്രേ യു ഷുഡ് അഡ്രസ് ഹിം ആസ് ഹിം, നോട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ആൻ ഓബ്ജക്റ്റ്, ഹീസ് എ പേഴ്സൺ എന്ന് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ചേച്ചിയായിരുന്നു ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞത്. ആൻഡ് ഓൾസോ ഫയർ അനോയിൻറ്റിങ്, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ചേച്ചിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അനുഭവങ്ങളുണ്ടായിരുന്നു. സോ വെൻ ഷീ ഷെയർഡ് വിത്ത് മീ, എനിക്കത് ഇങ്ങനെയൊക്കെ ഉണ്ടോ, എനിക്കിതൊക്കെ സംഭവിക്കുമോ, അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നത് ആ ഒരു ടൈമിലായിരുന്നു. പിന്നെ 8th സ്റ്റാൻഡേർഡിലായാലും ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ കസിൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബ്ലെസ്സിങ് യൂത്ത് മിഷൻ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും വീണ്ടും ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി. ഒരു 3 days മീറ്റിംഗ് ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഡേ അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ഓരോ ജേർണീസിനെ കുറിച്ച് അവർ പറഞ്ഞു. നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ച് ചോദിക്കുമെങ്കിൽ ദൈവം തരും. അന്ന് അത് കേട്ടപ്പം എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് റിസീവ് ചെയ്യാനുള്ള ഒരു ഫെയ്ത്ത് എനിക്കില്ലായിരുന്നു. അന്നും എനിക്കത് ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ഈ സഭയിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കേൾക്കുന്നത്, കാണുന്നത്, അന്ന് എനിക്ക് ഓൾറെഡി ചർച്ചിലൊക്കെ വളർന്ന് വന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനറിയാതെ എനിക്ക് ഒത്തിരി അൺഗോഡ്ലി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് എൻ്റെ ഉണ്ടായിരുന്നു. അന്ന് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഒത്തിരി ഫെമിലിയാരിറ്റി ആണോ എന്താണെന്നറിയില്ല. പക്ഷേ അന്ന് കിട്ടുമെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും 2 പേരും ഉള്ളപ്പോൾ പോലും അവർ ആദ്യമായിട്ടാണ് അന്ന് അവർ കേൾക്കുന്നത്. സോ ദേ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ടഡ്. ആൻഡ് മേ ബി ഇറ്റ്സ് എ ഫെമിലിയാരിറ്റി. എനിക്ക് അന്നും റിസീവ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഭയങ്കര വിഷമായിരുന്നു. ആരോടും പറഞ്ഞില്ല. പക്ഷേ ദൈവം എന്താ എന്നെ മാത്രം തൊടാത്തത്? ദൈവം ചോദിക്കുന്ന മറ്റവർക്കൊക്കെ ഏറ്റവും ഫസ്റ്റ് ചോദിക്കുമ്പോൾ തന്നെ കിട്ടുന്നു. പക്ഷേ എനിക്ക് മാത്രം എന്താ ഇത് കിട്ടാത്തത്? അങ്ങനെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടില്ല. ഞാൻ ആ തോട്ട്സിനെ അങ്ങ് ബറി ചെയ്തു. പിന്നെ ഞാൻ 2013 വെല്ലൂർ സ്പീച്ച് തെറപ്പി പഠിക്കാൻ ജോയിൻ ചെയ്തത്. അപ്പോഴാണ് ശരിക്കും ഒറ്റയ്ക്ക് നിന്ന ഒരു അനുഭവം. കാരണം അതുവരെയും 10th വരെയും ഫാമിലി ഉണ്ടായിരുന്നു. +1 +2 പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ കോളേജിൽ പോയപ്പം ആരും ഇല്ലായിരുന്നു. നമ്മളെ ശ്രദ്ധിക്കാനോ അല്ലെ നമ്മളോട് കൗൺസിൽ കൊടുക്കാനോ ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഒത്തിരി ബാക്ക്സ്ലിഡൻ ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് ഞാൻ കടന്നുപോയി. 4 വർഷം അതിനുശേഷം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് പീഡിയാട്രിക് പോസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ മെർലിൻ സിസ്റ്ററുമായിട്ട് ഞാൻ മീറ്റ് ചെയ്യാനും കാര്യങ്ങൾ അറിയാനും എനിക്ക് ദൈവം ഇടയാക്കി തന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ പോസ്റ്റിങ്സിലെ അവർ സ്റ്റാഫായിരുന്നു, സ്വാതിയും മാമും മെർലിൻ മാം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവരെ മാമെന്ന് വിളിക്കാനും കാരണം. ആൻഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാമിൻ്റെ അനുഭവം പറയുമായിരുന്നു. മാം മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പം അന്നുകൂടെ ഞാൻ തീരുമാനിച്ചു, ഇത് 4ാമത്തെ പ്രാവശ്യം ഞാൻ കേൾക്കുന്നു. ദൈവമേ, ഈ പ്രാവശ്യം ദൈവം എനിക്ക് തീർച്ചയായിട്ടും ഇത് എനിക്ക് വേണം. അത് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് ബൈബിളിലുണ്ട്. സോ കുറച്ചുകൂടെ ഫേമായിട്ട് ഫെയ്ത്തോടെ ദൈവത്തോട് ചോദിക്കുവാൻ ദൈവം ഇടയാക്കി. അതിനെക്കുറിച്ചുള്ള നോളജ് തന്നു. അതിന് ശേഷം എൻ്റെ ലൈഫ് ഒത്തിരി മാറിയിട്ടുണ്ട്. 2017 ഞാൻ മെർലിൻ മാമിൻ്റെ മീറ്റിങ്സ് പ്രെയർ റൂമിൽ വെച്ച് നടത്തുമായിരുന്നു. അധികം പേരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു സ്മോൾ ഫെലോഷിപ്പിലൂടെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത്
ഒത്തിരി ചോദ്യങ്ങൾ ദൈവം ആൻസർ ചെയ്തു. ഒത്തിരി അക്സെപ്റ്റൻസ് എനിക്ക് അവിടെ കിട്ടി. എനിക്ക് തോന്നുന്നില്ല വേറെ ആരെയും ഞാൻ ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം മെർലിൻ മാമിനെ ഞാൻ കാണുമ്പം ഓപ്പണായിട്ട് എനിക്ക് പല കാര്യങ്ങളും ചോദിക്കാനും, സെയിം ഫീൽഡിലൂടെ ആണ്, പിന്നെ ഡിഫറെൻറ്റ് ചേർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അറിയുമ്പം അവരുടെ സൈഡിൽ നിന്ന് കേൾക്കാനൊരു ദൈവമായിട്ട് തന്ന ഒരു കണക്ഷനാണ്. അത് ദൈവം ഭയങ്കരമായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു. അതിലൂടെ എന്നെ ഒത്തിരി കാര്യങ്ങൾ സ്പിരിച്വലി മാമിന് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് വളരെ ഡിലിജൻ്റ് ആയിട്ടാണ് ഓരോ മീറ്റിങ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ദൈവം ആഴമായ കാര്യങ്ങൾ ആ സമയങ്ങളിൽ ചെയ്തു എൻ്റെ ഉള്ളിൽ. അതിനുശേഷം ആണ് ഞാൻ വെല്ലൂരിൽ ബെത്തൽ ഫെലോഷിപ്പായിട്ടൊക്കെ കണക്റ്റ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ സ്പെഷ്യൽ മീറ്റിങ്സിനൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. മെർലിൻ മാം ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ നാട്ടിൽ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര പ്രസൻസ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാം ഷെയർ ചെയ്തു, ചെങ്ങന്നൂരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു, ഇത് ഞാൻ പോയ സെയിം പള്ളി തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പം ആ സെയിം പള്ളി തന്നെയാണ്. അന്ന് എനിക്ക് ALFC എന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോസ്റ്റലിക് ഫെയ്ത്ത്, ആ 2 വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കതിലൂടെ ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ അജിത്തപ്പ 2019 ഒക്കെ ആ ഒരു വർഷങ്ങളായിരുന്നു അങ്ങോട്ട് മീറ്റിങ്സിന് വരുന്നുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ മീറ്റിങ്സിലും ഒക്കെ ഇടയ്ക്ക് മാത്രം വരുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാലും ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരും, അല്ലെ സഭയായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. ഒരു പ്രാവശ്യം മീറ്റിങ്ങിന് അപ്പ തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെർലിൻ മാം, സ്വാതി മാം ഒക്കെ എന്നോട് ചോദിച്ചു വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഓർത്തു, ആർ ദേ കൗണ്ടിങ് മീ വൺ അമംഗ് ദെം, ലൈക്ക് എനിക്കും ഇൻവിറ്റേഷൻ ഉണ്ടോ പള്ളിയിൽ പോകാൻ, അല്ലെ ഇവർ ചുമ്മാ വിളിക്കുന്നതാണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ അത് ദൈവമാണ് എനിക്ക് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈം പിന്നെയും അത്രയും വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ വരുമ്പം, ഞാൻ ട്രെയിനിൽ വരുമ്പോഴും ദൈവം ചർച്ചിനെ കുറിച്ചുള്ള ഭയങ്കര ഗ്ലിംസസ് പോലത്തെ വിഷൻസ് ആണോ ഡ്രീം ആണോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് ഒരു പേർപ്പിൾ ഗാർഡൻ, ഫുൾ ഓഫ് ഫയർ, ഫുൾ ഓഫ് ഗ്ലോറി, ഫുൾ ഓഫ് ഒരു ഹെവൻലി മിസ്റ്റ് ഉണ്ടായാൽ എങ്ങനെയായിരിക്കും, അതുപോലത്തെ അത് ഒത്തിരി എനിക്ക് ഹോപ്പ് തന്നു. ദൈവത്തിന് എന്തോ പ്ലാൻ ഉണ്ട്. അങ്ങനെ സഭയെ വന്നു. വീണ്ടും ഹോളി സ്പിരിറ്റിൻ്റെ ഇമ്പാർട്ടേഷൻസ്, അനോയിൻറ്റിങ്, അതൊക്കെ ഒത്തിരി കണ്ടറിയുവാനും എക്സ്പീരിയൻസ് ചെയ്യുവാനും ദൈവം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെയാണ് വീട്ടിൽ മാരേജിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇത് വരാൻ തുടങ്ങിയത്. അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ലൈക്ക് പേരൻസും നമ്മുടെ ഒരു അതോറിറ്റീസ് ആണല്ലോ, സോ വാട്ട് എവർ ദേ ബ്രിങ് ഓൾസോ ഐ വാസ് വില്ലിങ് ടു ഗോ അഹെഡ്. ബട്ട് ദെൻ ഡെഫിനറ്റ്ലി ആ ഒരു ട്രഡീഷണലേക്കോ അല്ല, പക്ഷേ ഒരു നല്ല ബിലീവറെ തന്നെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ടൈമിലും ഒത്തിരി ഹെൽപ്പ് ചെയ്തത് മെർലിൻ മാമിൻ്റെ കൗൺസിലും പ്രേയേഴ്സും ആയിരുന്നു. വെയിറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം, ഉറപ്പ് വേണം എന്തിലേക്കാണ് നമ്മൾ കയറുന്ന, ഒത്തിരി എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഞാൻ പിടിച്ചു നിന്നത്. മാത്രമല്ല ഇവിടുത്തെ ഓൺലൈൻ മീറ്റിങ്സും കോവിഡിൻ്റെ സമയം ഒക്കെ ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചർച്ച് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ദൈവം തരുമായിരുന്നു. ആ സമയങ്ങളിൽ അജിതപ്പ സുമാമായിട്ട് ഒത്തിരി ക്ലോസ് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ മെസ്സേജ് എന്നെ ഒത്തിരി സ്പിരിച്വലി ഫീഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി എന്നെ നറിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഓൾട്ടറിൽ പ്രസംഗിക്കുന്ന ഓരോ ക്യാരക്ടർ സ്റ്റഡി, ജോസഫിൻ്റെ കാര്യം, അല്ലെ എസ്തറിൻ്റെ കാര്യം, അമ്മയുടെ മെസ്സേജസ് തന്നെ ഒരുപാട് രീതികളിൽ ദൈവം എന്നോട് ഡയറക്റ്റ്ലി സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി ഹോപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു ചർച്ച് കണക്ഷനുമായിട്ട്. പിന്നെ വരുന്ന ദിവസങ്ങളിലായിരുന്നു ഇങ്ങനെ കുറച്ച് ബാറ്റിൽസിലൂടെയൊക്കെ പോയി. ശരിക്കും മെർലിൻ മാം, സ്വാതി മാം ഒക്കെ അവിടെ നിന്ന് മാറി. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കായ ഒരു അനുഭവമായിരുന്നു. അവിടെയും ദൈവം ചർച്ചുകളിലൂടെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം കൊടുത്ത ഒരു പ്രോമിസിനെ ദൈവം ഫുൾഫിൽ ചെയ്യും എന്ന്, അത് എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസിലൂടെ ദൈവം എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ മാരേജിൻ്റെ ഇത്. ബിക്കോസ് റിയലി എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ദൈവം എന്നെ പല കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അതൊന്നും കാണുന്നില്ലല്ലോ, അതൊന്നും നടക്കുന്നില്ലല്ലോ, ഇപ്പം ഞാൻ വെറുതെ ആയോ ഇവിടെ വന്നത്. അങ്ങനെ ഒത്തിരി ഡൗൺ ടൈംസിലൂടെ പോയപ്പോഴൊക്കെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവം തെളിയിച്ചു കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ വർഷം ഞാനിവിടെ വന്നത് ഒത്തിരി നന്ദി പറയുന്നു. കാരണം ജോലിയോടുള്ള ബന്ധത്തിലും എൻ്റെ മാരേജിൻ്റെ ഡിസിഷനിലൊക്കെ എന്നെ ഒത്തിരി ഗൈഡ് ചെയ്യാൻ ഇത്രയും പേര് എനിക്കുണ്ട്. എത്ര പേരുടെ പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ പേരൻസിന് വേണ്ടിയിട്ടും ഞാൻ നന്ദി പറയുന്നു. അവരെ എന്നെ വിട്ടില്ല, എന്നെ കൈവിട്ടില്ല. അവർ എനിക്കൊരു വലിയ സപ്പോർട്ടായിട്ട് ഇപ്പോഴും ഉണ്ട്.
I thank God for them, and I thank God for Suresh uncle, who made many of my transition process very smooth because of the diligent prayers he prayed for me. I'm so grateful to him. I'm so grateful to Swati ma'am. ഒത്തിരി ഐ ഡോണ്ട് നോ ലൈക്ക് എനിക്ക് ആസ് എ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ള രണ്ട് പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചോദിക്കുമ്പം എസ്പെഷ്യലി ഹോളി സ്പിരിറ്റിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, ഒരു എക്സ്പീരിയൻസ്, വി നോ ദാറ്റ് ഇറ്റ് ഇസ് ദെയർ ഇൻ ദ ബൈബിൾ, ആൻഡ് ഇഫ് യു ഗോണ ആസ്ക് ഇറ്റ് ട്രൂലി ഫ്രം ആ ഹാർട്ട്, ദൈവം നമുക്കത് തരും. ലൂക്കിൽ വചനം ഉള്ളതുപോലെ തന്നെ, ഇഫ് യുവർ earthly parent know how to give good gifts to you, your heavenly Father, how much more he will give the Holy Spirit when you ask of him. So നമ്മൾ കൺസിസ്റ്റൻ്റ് ആവണം. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും, എസ്പെഷ്യലി അത് ദൈവത്തിൻ്റെ വില്ലിൽ അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോ എക്സ്പീരിയൻസ് കണ്ടിട്ട് നമ്മൾ ബാക്ക് സ്ലൈഡ് ആവല്ല. നമ്മൾ ഈ വീണ്ടും ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് വരണം. അതുമാത്രമല്ലാതെ ചർച്ച് ഫാമിലിയായിട്ട് നമ്മൾ നിൽക്കുമ്പം നമുക്കുണ്ടാവുന്ന ആ ഒരു സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുമ്പം നമുക്കത് കിട്ടത്തില്ല. എൻ്റെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമായിരുന്നു, നമ്മുടെ മൈൻഡ്സിനെ അലൈൻ ചെയ്ത് ദൈവത്തിൻ്റെ വഴികളിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ. I so thank God for this wonderful leadership of Appa and Amma, for the faith that they carry, and the endurance is something that stands out for me from their life. No matter എത്ര ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വന്നാലും വീണ്ടും വീണ്ടും ദൈവത്തിനെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ച് തരുവാനും, അത് എളുപ്പം അല്ലെങ്കിൽ പോലും they are willing to live like an open book in front of many people, and the courage really has been a very big inspiration for me, and God himself has brought this relationship in my life, and I understand ദൈവം എത്ര ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. I really thank God for this wonderful opportunity. Thank you, Appa and Amma.